പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് 100% തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രവർത്തനത്തിനും ഒരു തടസ്സം അവർക്ക് ഉണ്ടായിട്ടില്ല. അവർ നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കുറേ വാർഡിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് കഴിഞ്ഞ കാലത്തേക്കാൾ സൗജന്യമായിട്ട്. UDF ജനങ്ങളുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ്. അവിടെ CPM ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജീവിച്ച് പോകുന്നവരാണ്. കണ്ണൂരിൽ 3 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തത്. ആന്തൂർ നഗരസഭ, മലപ്പട്ടം പഞ്ചായത്ത്, കണ്ണപുരം പഞ്ചായത്ത്. ഈ 3 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നായി 6 LDF സ്ഥാനാർത്ഥികൾക്കെതിരെ മറ്റാരും പത്രിക നൽകിയിട്ടില്ല. അതിൽ ആന്തൂർ നഗരസഭയിലെ 2 സ്ഥാനാർത്ഥികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്, പ്രേമരാജനും രജിതയും. നിലവിലിപ്പോൾ സാങ്കേതികമായ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട് എങ്കിൽ കൂടി വിജയ് എന്ന് തന്നെ പറയാം അല്ലേ? അതെ, വിജയ് എന്ന് പറയാം. എങ്ങനെ കാണുന്നു വിജയത്തെ? സംസ്ഥാനത്താകെ LDFന് അനുകൂലമായിട്ടുള്ള ജനവിധിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ആണ് വിലയിരുത്തുന്നത്. അതിൻ്റെ സൂചനയാണ് ഈ ഒരു വിജയം എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ വാർഡ്, അത് 2ാം വാർഡാണ് ആന്തൂർ നഗരസഭയിലെ. അവിടെ നിന്ന് ഇപ്പോൾ എതിരില്ലാതെ ജയിച്ചിട്ടുള്ളത് രജിതയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ നടത്തിവരുന്ന ഒരു പോരാട്ടത്തിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഫലം തന്നെയായിരിക്കും അല്ലേ? അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തി വരുന്ന ഒരാളാണ്. മഹിളാ അസോസിയേഷൻ്റെ മൊറാഴ വില്ലേജ് പ്രസിഡൻ്റ് എന്ന നിലയിലും മൊറാഴ വീവേഴ്സിൽ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് അപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വിമർശനമൊക്കെ വരുന്നത്, പലപ്പോഴും ഇത്തരം നഗരസഭകളിലേക്കൊക്കെ മത്സരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആന്തൂരിലൊക്കെ മറ്റുള്ള സ്ഥാനാർത്ഥികളില്ല, ആ ഘട്ടത്തിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നൊക്കെ വിമർശനം വരുന്നുണ്ട്. അതിനെങ്ങനെയാണ് നിങ്ങൾ? പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് 100% തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ അന്വേഷിച്ചാൽ മനസ്സിലാവും. യഥാർത്ഥത്തിൽ മുഴുവൻ യഥാർത്ഥ ജനാധിപത്യ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം ആന്തൂരിൽ നടക്കുന്നത്. പക്ഷേ നമ്മുടെ പാർട്ടിക്കും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും വലിയ ജനപിന്തുണയുള്ള ഒരു പ്രദേശം എന്നുള്ള നിലക്ക് അവിടെ എതിരാളികൾ നിർബന്ധമായും വേണം എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ നിർബന്ധമായും പ്രതിപക്ഷം ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ചർച്ചകൾ വരുന്നത്. പക്ഷേ ജനങ്ങളാണെങ്കിൽ 100% എന്ന് തന്നെ പറയാം LDFനും CPIMനും പിറകിൽ അണിനിരന്നിരിക്കുകയാണ്. അതൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ നടന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എങ്ങനെയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കുന്നവർ ഈ തരത്തിൽ വിമർശിക്കില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിമർശനം നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കഴിഞ്ഞ കുറേ തവണകളായി ഈ ആന്തൂർ നഗരസഭയിൽ പ്രതിപക്ഷമില്ല, മുഴുവൻ സീറ്റുകളിലും LDF തന്നെയാണ് വിജയിക്കുന്നത്. ഇക്കുറിയും അങ്ങനെ തന്നെയായിരിക്കും. ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമാണ് മൊറാഴ. അത് ഇപ്പോഴും നിലനിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ജനങ്ങളുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. UDF ജനങ്ങളുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ്. അവിടെ CPM ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജീവിച്ച് പോകുന്നവരാണ്. എല്ലാവരുടെ വിഷയങ്ങളിലും ശക്തമായ ഇടപെടലാണ് അവിടെ നടത്തുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ കേരളത്തിലുണ്ടാകുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ, ഇതൊക്കെ ജനങ്ങളിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും 2 സ്ഥാനാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. ഇനിയിപ്പോൾ നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കി. വിജയികൾ എന്ന് തന്നെ പറയാം. ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ ആന്തൂർ നഗരസഭയിലെ മൊറാഴ, പൊടിക്കുണ്ട് എന്നീ വാർഡുകളിലെ LDF സ്ഥാനാർത്ഥികൾ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യയും ഒപ്പം നേരത്തെ ഈ ആന്തൂർ നഗരസഭയിലെ ചെയർപേഴ്സണുമായിരുന്ന ടീച്ചറാണ് നമുക്കൊപ്പം ഉള്ളത്. ടീച്ചറെ മൊറാഴയിലും ടീച്ചറായിരുന്നു കൗൺസിലർ നേരത്തെ. ഇപ്പോൾ വീണ്ടും ആ വാർഡിൽ എതിരില്ലാതെ LDF സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു. അതെ. മൊറാഴ പുതിയ ആന്തൂർ നഗരസഭ നിലവിൽ 2015 ആ സന്ദർഭത്തിൽ ഞാനായിരുന്നു ആ വാർഡ് സ്ത്രീ സംവരണമായിരുന്നു. അവിടെ മത്സരിച്ചിട്ടാണ് ഞാൻ ചെയർമാനായത്. അപ്പോഴവിടെ മത്സരം ഉണ്ടായിരുന്നില്ല. 2020 DYFയുടെ ബ്ലോക്ക് സെക്രട്ടറി മുഹാസാണ് ആ വാർഡിൽ മത്സരിച്ചത്. അപ്പോഴും അവിടെ എതിരാളി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 25 അവിടെ എതിരാളി ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഈ നിലയിൽ UDFനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന താല്പര്യമില്ലാത്ത ആളുകളാണ് ആ പ്രദേശത്തുള്ളത്. ചിലപ്പോൾ ഉണ്ടാകാതിരിക്കുക, അങ്ങനെ വോട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ പരസ്യമായിട്ടുള്ള താല്പര്യമുള്ള ആളുകൾ അവിടെ ഇല്ല എന്നാണ് നമ്മളിതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇവരെ പ്രവർത്തിക്കാൻ വിടാത്ത സാഹചര്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു സാഹചര്യമില്ല. ഇവിടെ എത്രയോ കാലമായി, ഞാൻ 10-40 വർഷക്കാലമായി ഈ പ്രദേശത്ത് വന്നിട്ട്. അതിനുശേഷം ഒരിക്കലും ഒരു പ്രവർത്തനത്തിനും ഒരു തടസ്സം അവർക്ക് ഉണ്ടായിട്ടില്ല. അവർ നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കുറേ വാർഡിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് കഴിഞ്ഞ കാലത്തേക്കാൾ സൗജന്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് നമുക്ക് ഒരു വിലക്കുമില്ല. നിങ്ങൾക്കത് ആരോട് അന്വേഷിച്ചാലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.